ഇത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഈശോയുടെ മുൻപിൽ ഇരിക്കുന്നു, നമുക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടി ആർക്കൊക്കെയാണോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരും, നമ്മുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ലയിക്കും. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അതേ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ അടയാള. കാരണം ദൈവത്തിന് ആ മക്കൾ വിലപ്പെട്ടതാണ്. അപ്പോൾ അവരനുഭവിക്കുന്ന വേദന ദൈവത്തിൻ്റെ വേദനയാണ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ വേദനയുടെ ഒരു പങ്ക് ഷെയർ ചെയ്യും. അത് ഷെയർ ചെയ്യണത് ആ വ്യക്തി അനുഭവിക്കുന്ന ദുഃഖമായിരിക്കും, ആ വ്യക്തി അനുഭവിക്കുന്ന രോഗമായിരിക്കും, ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക അവസ്ഥകളായിരിക്കും. അത് ഷെയർ ചെയ്യുമ്പോൾ അത് സ്വീകരിച്ച് പ്രാർത്ഥിക്കാനുള്ള കരുത്താണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ നേടേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ട് അതിൽ നിന്ന് പിന്മാറും.